എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാർത്തകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കളക്ടർ ശനിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 10 നടത്താനിരുന്ന വള്ളംകളി സെപ്റ്റംബർ 28 മാറ്റിവെക്കുകയായിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വർഷവും സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു വരാറുള്ള സാംസ്കാരിക ഘോഷയാത്രയും വിവിധ പരിപാടികളും വഞ്ചിപ്പാട്ടുൾപ്പെടെയുള്ള മത്സരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 28 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 28 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും ജില്ലയിലെ MP-മാർ, MLA-മാർ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുന്നതായിരിക്കും. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ മത്സരത്തിനുള്ളത്. ക്ലബ്ബുകൾ ലക്ഷങ്ങൾ മുടക്കി പരിശീലനം ഉൾപ്പെടെ നടത്തിയ സാഹചര്യത്തിലാണ് വള്ളംകളി നടത്താനുള്ള തീരുമാനം ഉണ്ടായത്. വള്ളംകളി ഈ മാസം 28 നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു. തുടർന്നാണ് വള്ളംകളി നടത്താനുള്ള തീരുമാനം ഉണ്ടായത്.